നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി NDA നേതാക്കളുടെ പിന്തുണ കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറി. മോദിയെ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കുകയും ചെയ്തു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് നടക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവരെ സന്ദർശിച്ച ശേഷമാണ് മോദി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത്. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വീട്ടിൽ യോഗം ചേർന്നു. രാജ്നാഥ് സിംഗ്, ജയന്ത് ചൌധരി, പ്രഫുൽ പട്ടേൽ തുടങ്ങിയവർ പങ്കെടുത്തു. NDA കക്ഷികളുടെ ആവശ്യങ്ങൾ NDA പാർലമെന്ററി പാർട്ടി നേതാവായി മോദിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6-നായിരുന്നു സത്യപ്രതിജ്ഞ. മോദിക്കൊപ്പം ഘടകകക്ഷി നേതാക്കളടക്കം ഏതാനും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്നാഥ് സിംഗാണ് മോദിയെ നേതാവായി നാമനിർദ്ദേശം ചെയ്തത്. അമിത്ഷാ, നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങി. NDA നേതാക്കളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഏകനാഥ് ഷിൻഡെ, അജിത് പവാർ, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ, ചിതൻ റാം മാഞ്ചി എന്നിവരും പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി മോദിയെ നേതാവായി തെരഞ്ഞെടുത്തു. രാവിലെ ഭരണഘടന തൊട്ടുവണങ്ങിയാണ് മോദി യോഗത്തിലേക്ക് എത്തിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യവും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിരുന്നു. BJP പാർലമെന്ററി പാർട്ടി യോഗം പ്രത്യേകം വിളിക്കാതെ NDA യോഗമാണ് ചേർന്നത്. ബ്രേക്കിംഗ് ന്യൂസുകളുടെ അടിസ്ഥാനത്തിലാവില്ല, വികസനത്തിന്റെ ലക്ഷ്യത്തിലാണ് രാജ്യം മുന്നോട്ട് പോവുക എന്ന് മോദി യോഗത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം ട്രെയിലർ മാത്രമാണ്. പുതിയ ഇന്ത്യ, അതായത് ന്യൂ ഇന്ത്യ, വികസിത ഇന്ത്യ, അഭിലാഷ് ഇന്ത്യ എന്ന NDAയ്ക്ക് പുതിയ നിർവചനവും മോദി നൽകുകയുണ്ടായി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്കൊപ്പം മധ്യവർഗക്കാരുടെ ജീവിത നിലവാരവും ഉയർത്താനും പദ്ധതികൾ ഉണ്ടാവും. മൂന്നാം NDA സർക്കാർ അതിവേഗം വികസനം കൊണ്ടുവരും. രാജ്യത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകും. മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസം നടപ്പാക്കുകയും ചെയ്യുമെന്നും മോദി അറിയിച്ചു. രാജ്യത്തിന് NDA മാത്രമേ വിശ്വാസമുള്ളൂ. അധികാരത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണിയെ ജനം നിരസിക്കും. ഇന്ത്യ മുന്നണിക്ക് അതിവേഗം തകരും. 10 കൊല്ലമായിട്ടും 100 സീറ്റ് തികയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രത്തെ നിരന്തരം വിമർശിച്ച് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മനസ്ഥിതിയുള്ളവരാണ്. ആധുനികതയെ അവർ എതിർക്കുന്നു. കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ NDAയ്ക്ക് നൽകിയ പിന്തുണ മോദി എടുത്തു പറയുകയുമുണ്ടായി. കേരളത്തിലെ പ്രവർത്തകരുടെ ആത്മാർപ്പണത്തിന്റെ ഫലമായി ഇത്തവണ BJPക്ക് പ്രതിനിധി ഉണ്ടായി എന്നും ചൂണ്ടിക്കാട്ടി.